12 മണിയെങ്കിലും. സുബ്ബു ഇങ്ങനെ രാത്രി വിളിച്ചിരുന്നു. കിച്ചൺ എഞ്ചിനീയറിംഗിന് ചേർന്നെന്ന് പറഞ്ഞപ്പോഴേ അവൻ പറയാ കോഴ്സ് കഴിഞ്ഞാലുടൻ ഗൾഫിലേക്ക് കൊണ്ടുപോയിക്കോളാന്ന്. നല്ല കാര്യായി. അവനതിനൊന്നും തീരെ താല്പര്യം കാണില്ല. പഠിക്കാന്ന് സമ്മതിച്ചത് തന്നെ അവന്റെ അപ്പയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാ. ആ അലമാരിയുടെ അടിയിലത്തെ ട്രോയിലുണ്ട്. മുണ്ട കട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അടുത്ത് വിളിക്കും മുമ്പേ ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞേക്ക്. ആ പേഴ്സും ആ മേശയ്ക്കകത്തുണ്ട്. കണ്ടു. അമ്മോ അമ്മോ, അവളെ എഴുന്നേറ്റിട്ടില്ല. കച്ചേരിയും കഴിഞ്ഞ് കൂടെ വന്നതും കുളിയും ജപവും കഴിഞ്ഞ് അമ്പലത്തിൽ പോയി ക്ലാസ് തുടങ്ങി. ഇവനെയൊക്കെ എഴുന്നേക്കടാ, ഇല്ല തല്ലും ഞാൻ. മാഷ് തല്ലത്തില്ല എന്ന് എനിക്കറിയാം. ഒരു 10 മിനിറ്റ് കൂടെ തല്ലും ഞാൻ. എന്നെ പറ്റിക്കണ്ട മാഷേ, ഞാൻ ഉണരത്തില്ല. അപ്പൊ മാഷ് തല്ലുവല്ലേ? പോയി കുളിച്ച് അമ്പലത്തിൽ പോടാ. ഒരു സോപ്പ് മുഴുവൻ അവന്റെ കിച്ചന്റെ പേരിൽ ഒരു അർച്ചന കൂടി കഴിച്ചേക്കണം. ട്യൂഷൻ കഴിഞ്ഞോടാ? നമസ്കാരം മാഷേ. ഇന്നലെ കച്ചേരി കഴിഞ്ഞ് കിച്ചനെത്തിയപ്പോ മണി 2 അതോടെ തന്റെ ഉറക്കവും പോയില്ലേ? അതല്ല, അതിലും വലിയ സന്തോഷമല്ലടോ. തിരിച്ചെത്തിയെന്ന് അവൻ അറിയിച്ചുകൊണ്ടുള്ള മൃദംഗമായനി ശ്രീയുടെ മുറിയിലെ ലൈറ്റിടലും. അതാടോ സ്നേഹം, പ്രേമം. അവന് കല്യാണം കഴിച്ച് കാണണം നമുക്ക് മാത്രം തോന്നിയാ മതിയോ? അവർക്കൂടെ തോന്നണ്ടേ? തോന്നി. ദൈവാനുഗ്രഹം. അപ്പൊ ഇനി നാളെ പോകരുത്. എനിക്ക് കുറച്ചു കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. പറഞ്ഞോ. കൃഷ്ണനോട് മാത്രല്ല, കിച്ചനോടും. അല്ല, കിച്ചേട്ടൻ പോയി കഴിഞ്ഞാ കുട്ടികൾക്ക് വിഷമാവില്ലേ? ഒരു വിഷമവും. എന്നേക്കാ നല്ലൊരു വിദ്വാനെ ഞാൻ അവർക്ക് കണ്ടുവച്ചിട്ടുണ്ട്. അതാ ഇപ്പൊ കാര്യം. ഉപേക്ഷിച്ചു പോകുന്ന ആൾക്ക് വിഷമമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, ഈ എറണാകുളത്തേക്ക് എത്ര ദൂരം ഉണ്ടാവും? ഒരു 10,000-4000 കിലോമീറ്റർ ഉണ്ടാവും. എന്റെ ശ്രീ, നിനക്ക് കാണണമെന്ന് തോന്നുമ്പോ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാനിങ്ങെത്തും. പോരെ? വാ. അമ്മോ. ഹലോ, ആ ശ്രീയേച്ചി, ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചോണ്ടിരിക്ക. കിച്ചേട്ടന് ഇപ്പൊ തന്നെ 7 ദോശ കഴിച്ചു. ആ ഇപ്പൊ 8. അപ്പാ, സ്കൂൾ സൊസൈറ്റിയുടെ ഫയൽ എടുക്കുന്ന ശ്രീഞങ്ങൾ പറഞ്ഞു. പിന്നെ അയാൾ പറഞ്ഞിട്ട് വേണ്ട ഞാൻ ഓർക്കാൻ. ഇങ്ങോട്ട് അമ്മ എന്റെ പ്ലേറ്റ് എടുക്കല്ലേ? വേണ്ട, എനിക്ക് കോളേജിൽ പോണം. ഹലോ കിച്ചേട്ടാ. എന്താന്ന് വെച്ചാ വേഗം കൊടുക്കണം, അവിടെ കോളേജിൽ പോട്ടെ. അത് വരുന്നു എന്റെ മാമൻ. രാവിലെ കുളിച്ച് കുറിയും തൊട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. നാട്ടിലെ രാമൻ, വീട്ടിലെ രാവണൻ.
ഇന്നലെ എന്തായിരുന്നു ഓ അതൊക്കെ അളിയനെ വിളിച്ച് പറഞ്ഞോ ഇന്നലെ ലതാന്റെ എന്തൊരു കരച്ചിലായിരുന്നു. അതെ, വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓ പിന്നെ ഡ്രസ് എടുക്കാൻ പോണെങ്കിൽ നേരത്തെ വരണം. എന്താ ഒരു നിന്റെ മുഖം കണ്ടാത്തൊന്നും വണ്ടി വഴി വെച്ച് പഞ്ചറാക്കിയത് ഞാനാണെന്ന്. ദേ, ദാമ്പത്യവും പഞ്ചറും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. അവര് വരുന്നുണ്ട്. ചിരിച്ചോ ചിരിച്ചോ. എന്റെ അളിയാ, കൊച്ചിന്ന് നടന്ന ഇതിലും വേഗം ഇങ്ങ് എത്തുമല്ലോ. ലക്ഷ്മിക്കുട്ടിയെ എത്ര നേരം അറിയോ കാത്തിരിക്കണു? ഈ റോഡ് മുഴുവൻ എന്ത് ബ്ലോക്ക് ആയിരുന്നറിയോ? ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബസ്സുകൾ ഇങ്ങനെ ലോക്കാക്കി നമ്മുടെ വണ്ടി 2 പ്രാവശ്യം പഞ്ചറായി. ഞാനിത് കേൾക്കണം. 85,000 കാർ വേണോ 8 ലക്ഷത്തിന്റെ കാർ വേണോ എന്ന് ഞാൻ അവളോട് ചോദിച്ചതാ. അപ്പൊ അവള് പറഞ്ഞു 85,000 കാർ മതി, നമുക്കൊരു പെങ്കൊച്ചല്ലേ വളർന്നു വരുന്നത്, ബാക്കി കാശ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ ഇടാവുന്നു. എന്നാ എന്റെ അമ്മോ, പറയണ പറച്ചിലേട്ടില്ലേ? ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു പറഞ്ഞു കൊടുക്കട്ടെ. എന്നാ പിന്നൊന്ന് പറ, ഞങ്ങളോടൊന്ന് അറിയട്ടെ. അല്ല അത് അന്ന് കല്യാണത്തിന് കഴുത്തിലിട്ട 4 മാലയും 15 വളയും 3 കൊല്ലമായിട്ടെ ബാങ്കിലങ്ങ് ഫിക്സഡ് പണയത്തില്ല അല്ലേ ഹരിയേട്ടാ? സ്വർണ്ണം ബാങ്കിൽ കിടന്ന സേഫ് ആയിരിക്കും, കള്ളന്മാർ കൊണ്ടുപോയില്ല. അലയഞ്ചിരിക്കണ്ട, പെണ്ണെത്തുമ്പോ അറിയും. നോക്ക വിശക്കുന്നുണ്ടല്ലേ? വാ മോളെ, നമുക്ക് അകത്ത് പോവാം. ഇനി ഇവിടെ നിന്ന് അയാൾ പലതും പറഞ്ഞു കൊടുക്കും. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇത് ആരൊക്കെയാ? വാ വാ വാ. വന ചേച്ചി, ഇതൊക്കെ ആർക്കാടി? കിച്ചേട്ടനാ. കോളേജാണ് മോളെ, പെമ്പിള്ളേർ ഒരുപാടുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് ഷൈൻ ചെയ്താലേ അവൻ കയ്യിൽ നിന്ന് പോവേ. ഞാനും വനജേച്ചിയുടെ കൂടെ വരുമല്ലേ. കിച്ചേട്ടൻ എവിടെ? അവൻ മുറിയിലുണ്ട്. ആരത്? ലക്ഷ്മി ഹരി എവിടെ? ഹരിയേട്ടാ. ഓ ആ നമസ്കാരം. നമസ്കാരം. എന്താടോ, മരുന്ന് കച്ചവടമൊക്കെ തകൃതിയായിട്ട് പോകുന്നോ? കുഴപ്പമില്ല. നിരത്തി പിടിച്ച് മരുന്നുകൾ എഴുതാൻ ഒരുപാട് ഡോക്ടേഴ്സ്, അതെല്ലാം മേടിച്ച് കഴിച്ച് പുതിയ പുതിയ അസുഖങ്ങൾ വരുത്താൻ തയ്യാറായി ധാരാളം പേഷ്യൻസ്. പിന്നെ എന്നെ പോലുള്ള മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാർക്ക് എന്താ പേടിക്കാൻ? മുത്തശ്ശ, ഇതാരേ? ഇതെടുത്ത് അലമാറയിലേക്ക് വെക്കും. എന്താ കിച്ചന്റെ പഠിത്തത്തിന് കാശ് ഒരുപാട് ചെലവുണ്ടെന്ന് എനിക്കറിയാം. ഇതെടുത്ത് വെക്കും. എടോ, മക്കള് പഠിക്കുന്നിടത്തോളം പഠിപ്പിക്കുക എന്നുള്ളത് അച്ഛന്റെയും അമ്മയുടെയും സന്തോഷം. അത് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, അവനെ പഠിപ്പിച്ച് എഞ്ചിനീയർ ആക്കി തന്റെ കയ്യിലോട്ട് കൊണ്ട് തരും. എന്തായാലും കറക്റ്റ്. ഈ പറച്ചിലൊക്കെ ഇയാളുടെ ദുരഭിമാന. കിച്ചന്റെയും ശ്രീയുടെയും കാര്യത്തില് എന്റെ മകളെന്നോ നിന്റെ മകനെന്നോ ഞാൻ കരുതിയിട്ടില്ല. നമ്മുടെ മക്കള് അത്രേ ഉള്ളൂ. പിന്നെ എനിക്കുള്ളതെല്ലാം കിച്ചനുള്ളതാ. അതിലൊരു വിഹിതം നേരത്തെ തരുന്നു എന്ന് വിചാരിച്ചാ മതി. കറക്റ്റാ. അല്ല, എല്ലാം കറക്റ്റ് ആണല്ലോ. നമ്മളെ കിച്ചന്റെ ആളവിടെ അവിടെ പുത്തൻ ഉടുപ്പൊക്കെ ഇടിച്ച് ഭംഗിയാണ്. ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടായ. കിച്ചേട്ടനോ? കൊള്ളാം. ഇന്ന് കച്ചേരിക്കിട്ടാ മതി, അല്ലെങ്കിൽ വേണ്ട. എന്തേ? ഫസ്റ്റ് ഡേ കോളേജിൽ ഇട്ടാ മതി. പെൺകുട്ടികളൊക്കെ ഒന്ന് നോക്കട്ടെ. മതി മതി. നിക്ക്. എവിടെ പോയാലും എപ്പോഴും എന്നെ ഓർക്കാൻ വേണ്ടിയാ.